പ്രിയപ്പെട്ട കുട്ടികളെ, പേരൻസ്, ടീച്ചേഴ്സ് എല്ലാവർക്കും ഈ ഫിലാറ്റലി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ഫിലാറ്റലി അല്ലെങ്കിൽ സ്റ്റാമ്പ് കളക്ഷൻ, സ്റ്റാമ്പ് ശേഖരണത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ സ്കൂളിൽ ഒരു ക്ലബ്ബ് തുടങ്ങിയിട്ട് ഈ ഫിലാറ്റലി എന്നുള്ള ആ ഹോബി പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ്. അപ്പോൾ അതിന് ഈ ക്ലാസ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു മിനിറ്റ് നേരം നമുക്കൊന്നൊരു ഈശ്വര പ്രാർത്ഥന എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരിക്കും. ഓക്കെ, ഇരുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോണത് ഈ സ്റ്റാമ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തെല്ലാം തരം സ്റ്റാമ്പുകളുണ്ട്, സ്റ്റാമ്പ് ആദ്യമായിട്ട് എവിടെയാണ് ഇറക്കിയത്, അതിൻ്റെ സാഹചര്യം എന്താണ്, പണ്ട് പോസ്റ്റൽ സിസ്റ്റം എങ്ങനെ ഉണ്ടായിരുന്നു, അതെങ്ങനെ പ്രവർത്തിച്ചിരുന്നു, പിന്നെ സ്റ്റാമ്പ് ശേഖരിക്കാനുള്ള ഒരു പ്രചോദനം എങ്ങനെ ഉണ്ടായി, എന്തെല്ലാം തരം സ്റ്റാമ്പുകളുണ്ട്, എന്തെല്ലാം മെറ്റീരിയൽസ് ഉണ്ട് കളക്ട് ചെയ്യാനായിട്ട്, എവിടെ നിന്നല്ലേ ഈ സാധനം കിട്ടും, പിന്നെ ഇതൊക്കെ എങ്ങനെ, നമ്മളിപ്പോൾ ഉദാഹരണമായിട്ടൊരു സംഗീതം പഠിച്ചു അല്ലെങ്കിൽ ഡാൻസ് പഠിച്ചു, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിലൊന്ന് പ്രദർശിപ്പിക്കാൻ എല്ലാ മനുഷ്യനും ഒരു ആകാംക്ഷയുണ്ട്, ഒരു മനുഷ്യൻ്റെ സഹജമായിട്ടുള്ളൊരു വാഞ്ചനയാണ്. അപ്പോൾ അതിന് നമ്മളെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഈ സ്റ്റാമ്പ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് അങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അതിന് കുറേ മെത്തേഡുണ്ട് എങ്ങനെയൊക്കെ അത് ചെയ്യണം എന്നുള്ളത്. അതിനെക്കുറിച്ചും നമുക്കത് പഠിക്കണം. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ക്ലബ്ബ് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർ വ്യക്തിക്കും തുടങ്ങുകയാണെങ്കിലും ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പ്രാക്ടിക്കലായിട്ട് ഈ സ്റ്റാമ്പ് എങ്ങനെ എടുത്ത് സൂക്ഷിച്ച് ഇത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് പ്രദർശിപ്പിക്കാനായിട്ട് എങ്ങനെ തയ്യാറാവണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ് മുഴുവൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 2 സെഷനായിട്ടാണ്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ സ്റ്റാമ്പിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ, പോസ്റ്റ് ഓഫീസ് എങ്ങനെ ഫങ്ഷൻ ചെയ്തു അതിനെക്കുറിച്ചുള്ളത്. പിന്നീട് രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഈ സ്റ്റാമ്പ് ലെറ്ററിൽ നിന്നുള്ളൊക്കെയുള്ള സ്റ്റാമ്പുകൾ എങ്ങനെ ഇളക്കി എടുത്തിട്ട് അത് നമ്മുടെ ആൽബത്തിൽ എങ്ങനെ വെക്കുന്നു, എന്നിട്ട് അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടത്തിനുള്ള സ്റ്റാമ്പുകൾ എങ്ങനെ അത് തരംതിരിക്കുന്നു, പിന്നെ സ്റ്റാമ്പുകൾ നമ്മൾ എവിടെ നിന്നെല്ലാം കിട്ടുന്നോ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഫിലാറ്റലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാമ്പ് ശേഖരണം. ഫിലാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിലാറ്റലിസ്റ്റ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഫിലാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് ശേഖരൻ എന്ന് പറയാൻ പറ്റും? ഇല്ല. പിന്നെ അതെങ്ങനെ ഒരു ശരിയായിട്ടുള്ള ഒരു പദം നമുക്ക് മലയാളത്തിൽ എങ്ങനെ പറയാം? ശരിക്കും പറഞ്ഞാൽ സ്റ്റാമ്പ് പ്രേമി എന്നാണ്. സ്റ്റാമ്പിനെ പ്രേമിക്കുന്നതാണ്, അതാണ് ഫിലാറ്റലിസ്റ്റ്. ഫിലാറ്റലിസ്റ്റ് ഉണ്ട്, സ്റ്റാമ്പ് ഡീലറുണ്ട്, സ്റ്റാമ്പ് കളക്ടേഴ്സ് ഉണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിലാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അതിനെക്കുറിച്ച് പഠിക്കും. ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പഠിക്കും, അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു പഠിക്കും, അദ്ദേഹം എന്ന് ജനിച്ചു, എന്ന് മരിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ ഒരു മോണമെൻ്റ് ആണെങ്കിൽ, ഒരു ഉദാഹരണം ഒരു ഫോർട്ട്, ഒരു കോട്ട, അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ. ഇനി കുറേ ബേഡ്സിനെ കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആ സുവോളജിക്കൽ നെയിം, അതിൻ്റെ തീറ്റ, അതിൻ്റെ വളർത്തൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ നോളജും ഉണ്ടാവണം, ഫിലാറ്റലിയെക്കുറിച്ചുള്ള നോളജും ഉണ്ടാവണം. ഇത് രണ്ടും കൂടെ കൂടിയാണ് ഒരു ഫിലാറ്റലിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാമ്പ് ഡീലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാമ്പ് അയാൾ മേടിച്ച് വെച്ചിട്ട് കുറച്ച് വില കൂടുതൽ വരുമ്പോൾ അയാൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കും. ഉദാഹരണം, ഒരു ഷീറ്റ് 100 രൂപയുടെ ഒരു ഷീറ്റ് സ്റ്റാമ്പ് മേടിച്ചു. അപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരു 150 രൂപ കിട്ടുകയാണെങ്കിൽ അയാൾ അങ്ങോട്ട് കൊടുക്കും. അതിനാണ് സ്റ്റാമ്പ് ഡീലർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാമ്പ് ഡീലേഴ്സ് ഇങ്ങനെ ബൾക്കായിട്ട് കളക്ട് ചെയ്യും. അവർ ഇടയ്ക്കിടയ്ക്ക് വിറ്റുകൊണ്ടിരിക്കും, ഇടയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഇനി സ്റ്റാമ്പ് കളക്ടർ എന്ന് പറഞ്ഞാലോ, അവർക്ക് ഈ സ്റ്റാമ്പിനെ കുറിച്ച് വലിയ ജ്ഞാനമൊന്നും ഉണ്ടാവില്ല. കുറേ സ്റ്റാമ്പ് മേടിച്ച് വയ്ക്കുന്നു, അത് ചിലപ്പോൾ സൂട്ട് കേസിൽ വയ്ക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആൽബത്തിൽ വയ്ക്കും. ഇത് ഇറഗുലർ ആയിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നോക്കിയിട്ട് ഒരു ഫിലാറ്റലിസ്റ്റ് ഉള്ള നിലയിൽ നമ്മൾ വളരണം എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരുപാട് സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ജീവചരിത്രം പഠിക്കണം. പിന്നെ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്, നമ്മുടെ പ്രസിഡൻസ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി, അവരുടെ ജീവചരിത്രം, അവർ പഠിപ്പിച്ച കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു അവസരം കൂടി. അതാണ് സ്റ്റാമ്പ് കളക്ഷൻ്റെ പ്രത്യേകത. കാര്യം ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ ആയിരിക്കും, പക്ഷെ അതിൽ ഒരുപാട് വിജ്ഞാനം അടങ്ങിയിരിപ്പുണ്ട്. അതിൽ പല സംഗതികളുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി,
പിന്നെ ഫ്ലോറ ആൻഡ് ഫോണ, സസ്യജാലം, ജന്തുജാലം, പേഴ്സണാലിറ്റീസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇനി പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് തുടങ്ങും. മനുഷ്യൻ ആദ്യം മുതലേ ആശയവിനിമയം എങ്ങനെ തുടങ്ങിയെന്ന് നോക്കാം. ആശയവിനിമയം, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, അപ്പോൾ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? തീപ്പെട്ടി വേണം എന്നുള്ളതാണ്. ഇനി ഒരാൾ ദാഹിച്ച് വന്നിരുമ്പോഴത്തേ ഇങ്ങനെ കാണിക്കുകയാണെങ്കിലോ എനിക്ക് വെള്ളം കുടിക്കണം. അപ്പോൾ അങ്ങനെ ആക്ഷൻ കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതുകൂടാതെ പിന്നെ സംസാരിക്കും. സംസാര ഭാഷയുള്ളായിരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കും. എനിക്ക് ഒരു 100 രൂപ കടം തരാമോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാര ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതുകൂടാതെ ചില സയൻസ്, പണ്ട് ഷിപ്പിലൊക്കെ പോകുമ്പോൾ, ഇന്നത്തെ കൂട്ട് മോഡേൺ ടെക്നോളജി ഒന്നുമില്ല, ഒരു ഷിപ്പിന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ വേറൊരു ഷിപ്പിനെ അല്ലെങ്കിൽ കരയിൽ അറിയിക്കാൻ യാതൊരു മാർഗ്ഗമില്ല. അപ്പോൾ അടുത്ത കൂടി ഒരു ഷിപ്പ് പോവുകയാണെങ്കിൽ ഇവർ ചില ഫ്ലാഗ് പൊക്കി കാണിക്കും. ഇപ്പോൾ റെഡ് ഫ്ലാഗ് പൊക്കിയിട്ട് ഇന്ന രീതിയിൽ കാണിക്കുകയാണെങ്കിൽ അവർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സിഗ്നലായിരിക്കും. അതല്ല, ഒരു പച്ച ഫ്ലാഗ് പൊക്കി ഇങ്ങനെ വീശുകയാണെങ്കിൽ ഞങ്ങൾ സേഫായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ കമ്മ്യൂണിക്കേഷനെല്ലാം ആംഗ്യഭാഷ കൂടാതെ ഇതുപോലെയുള്ള ചില സയൻസ്. പിന്നെ ചില ഈ മലമ്പ്രദേശങ്ങളിലൊക്കെ തീയിട്ട് കാണിക്കും. തീ കത്തി കാണിക്കുമ്പോഴത്തേക്കും അടുത്തുള്ളവർ വിചാരിക്കും അവിടെ എന്തോ അപകടമുണ്ട്. അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് ചെന്നിട്ട് തീ കടത്താൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഓടിച്ചെല്ലും. ഇത് ദർശ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സംസാര ഭാഷ, ആംഗ്യഭാഷ, ഇതുകൂടാതെ പിന്നെ സയൻസ് ഉണ്ട്. പിന്നെ ഇതുകൂടാതെ സൈലൻസ് ഈസ് ഓൾസോ കമ്മ്യൂണിക്കേഷൻ. സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ചിലൊരു കമ്മ്യൂണിക്കേഷൻ അത്. ഉദാഹരണം, നമ്മൾ ഒരാളോട് ഒരു കാര്യം ചോദിച്ചു, നിങ്ങളെന്ത് പറയുന്നു? നമ്മൾ മിണ്ടായിരിക്കുകയാണ്. അപ്പോൾ അയക്ക് അത് സമ്മതമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ. ഒരു പെണ്ണ് കാണാൻ വീട്ടിൽ ചെന്നു. അപ്പോഴത്തേക്ക് പെണ്ണിനോട് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് അച്ഛനും അമ്മയൊക്കെ ചോദിക്കും, എന്താണ് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മിണ്ടൂല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇഷ്ടമാണ്, അല്ലെങ്കിൽ മുഖം വെറുപ്പിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ഈ നമ്മളെ ആ പോസ്റ്റ് ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉപരിയായിട്ട് എഴുത്ത് ഭാഷ എന്ന് പറഞ്ഞുള്ളൊരു സംഗതി വന്നു. അപ്പോൾ ലെറ്റേഴ്സ് വന്നു. ഈ ലെറ്റേഴ്സിൽ കൂടി നമ്മൾ എഴുത്തയക്കാൻ തുടങ്ങി. അങ്ങനെ ആണ് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വളർന്നു വന്നത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് തുടക്കം തന്നെ ഈ എഴുത്ത് ഭാഷയിൽ കൂടിയുള്ള കമ്മ്യൂണിക്കേഷൻ. പണ്ട് കാലത്ത് പോസ്റ്റ് ഓഫീസിൽ എന്ന് പറയുമ്പോൾ, ഉദാഹരണം എനിക്ക് 3000 രൂപയ്ക്ക് ലെറ്റർ അയക്കും. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട്, ഇപ്പോൾ ഇവിടെ നല്ല എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ചാലക്കുടി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ചോദിക്കുക എത്ര രൂപയാവും. അപ്പോഴത്തെ പോസ്റ്റ് മാഷ് പറയും അതിനൊരു 3.5 മാഷ് അങ്ങനെ പറയുകയാണ്, അത്രയും ദൂരം കണക്കാക്കിയിട്ട്. അപ്പോൾ കൂടുതലാണല്ലോ. അദ്ദേഹം വേഗം തന്നെ അങ്കമാലി പോസ്റ്റ് ഓഫീസ് ചെന്നു. അങ്കമാലി പോസ്റ്റ് ഓഫീസിൽ നിന്നപ്പോൾ ഒരു 5 രൂപയ്ക്ക് ഞാൻ അയക്കും. അപ്പോൾ ബാർഗെയിനിങ് ആണ്, ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു പ്രശ്നമായി അത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എഴുത്ത് അയക്കുന്ന ആളങ്ങൾ അയക്കാൻ നേരിട്ട് അങ്ങോട്ട് അയച്ച് കിട്ടുന്ന ആൾ കാശ് കൊടുക്കും. അങ്ങനെയാക്കി. അഡ്രസ്സിൽ കാശ് കൊടുക്കും, സെൻറ്റർ കാശ് കൊടുക്കണ്ട. അങ്ങോട്ട് പോയി അപ്പോൾ ലെറ്റർ ചെന്ന്, അപ്പോൾ ചിലയിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഈ പൈസ ഇല്ലാത്ത ആൾക്കാരും എന്ത് പറയും, എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ അത് തിരിച്ചയക്കാനുള്ളൊരു സംവിധാനം ഇല്ല. ഇപ്പോൾ അതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര നഷ്ടമാണ്. ഈ സാധനം തിരിച്ചു വന്നിട്ട് എവിടെ കൊണ്ട് കളയും? ഇത്രയും പണിയെടുത്തു. അപ്പോൾ ഇതിനെല്ലാം നഷ്ടം വന്നപ്പോഴത്തേക്കും അതും ഒരു പ്രശ്നമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബ്രിട്ടനിലെ ഒരു പാർട്ടി, അതായത് ഒരു സ്കൂൾ മാസ്റ്ററുടെ മകനാണ്, അദ്ദേഹത്തിൻ്റെ പേര് റോളൻഡ് ഹിൽ എന്നാണ്. റോളൻഡ് ഹിൽ, അദ്ദേഹമാണ് സ്റ്റാമ്പ് കണ്ടുപിടിച്ച ആൾ. റോളൻഡ് ഹിൽ ഒരു സ്കൂൾ മാസ്റ്ററുടെ മകനാണ്. റോളൻഡ് ഹിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ സ്റ്റാമ്പ് കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ ലെറ്റർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നടക്കാൻ പോകുന്ന സമയത്ത് ഒരു വല്യമ്മ ഒരു ലെറ്റർ വേണ്ടിയിട്ട് നോക്കി നിൽക്കുക. ഒരു വല്യമ്മ, അദ്ദേഹത്തിൻ്റെ വല്യമ്മയുടെ മകൻ പട്ടാളത്തിൽ വർക്ക് ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഈ മകൻ്റെ എഴുത്ത് കിട്ടി അതിൻ്റെ വിശേഷം അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയോട് നിൽക്കുക. അപ്പോൾ ഒരു ദിവസം ലെറ്റർ വന്നു. ലെറ്റർ വന്നപ്പോഴത്തേക്കും ഈ റോളൻഡ് ഹിൽ വാച്ച് ചെയ്തു. ഇപ്പോൾ വല്യമ്മ പറയും എനിക്ക് ലെറ്റർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ ചോദിച്ചു, എന്ത് ലെറ്റർ വാങ്ങാത്തത്? മകൻ്റെ ലെറ്റർ അല്ലേ, അപ്പോൾ എന്തുകൊണ്ട് വാങ്ങിയില്ല? കാശില്ലാത്തതുകൊണ്ടാണോ? ഞാൻ തരാം. അതുകൊണ്ടല്ല മോനെ, എനിക്ക് വേണ്ട. പിറ്റേ ദിവസവും ഇതുപോലെ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോഴത്തേ അന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വല്യമ്മയ്ക്ക് പിന്നെ ലെറ്റർ വന്നു. അന്ന് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വേഗം തന്നെ എടുത്തു, കാശ് കൊടുത്ത് മേടിച്ചു വീട്ടിൽ കൊണ്ട്.
അപ്പോൾ ഈ പുള്ളിക്കാരത്തിന് ഈ റോളൻ കീലിൽ ഇങ്ങനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഇതെന്താണ് എൻ്റെ സംഗതി, എന്തോ പ്രശ്നമുണ്ടല്ലോ. വല്യമ്മയ്ക്ക് അങ്ങനെ ഈ മകൻ്റെ എഴുത്ത് വരുമ്പോൾ ചിലത് വേണ്ട ചിലത് വേണം. അപ്പോൾ സൂത്രത്തിൽ ചോദിച്ചപ്പോൾ അതൊന്നുമില്ല മോനെ, പുള്ളിക്കാരത്ത് പറഞ്ഞില്ല. പിന്നെ കുറേ കഴിഞ്ഞ് ഇങ്ങനെ കുറേശ്ശെ ചോദിച്ച് വന്നപ്പോഴത്തേക്കും അതൊരു ഞങ്ങൾ തമ്മിലുള്ളൊരു ഒരു ചില അഡ്ജസ്റ്റ്മെൻറ്റാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെറ്ററിൻ്റെ ഒരു ലെറ്ററാണെങ്കിൽ ആ ലെറ്ററിൻ്റെ ഇതൊരു വലിയ ലെറ്ററാണെങ്കിൽ അതിൻ്റെ ഇടത്ത് വശത്ത് 2 കുത്തിടും മകൻ. അതിൻ്റെ അർത്ഥം എനിക്ക് സുഖമാണ്, ഇവിടെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ അടുത്ത വയസ്സ് 2 കുത്ത് കാണുമ്പോഴത്തേക്കും വല്യമ്മ പറയും എനിക്ക് വേണ്ടാന്ന് പറയും. വിശേഷമൊന്നുമില്ല, മകന് സുഖമല്ലേ. വലത്ത് വയസ്സ് ഒരു കുത്തിടുകയാണെങ്കിൽ ഇതൊന്നും അമ്മ മേടിച്ച് വായിക്കും. ഇതാണ് ആ കമ്മ്യൂണിക്കേഷൻ, ഇവർ തമ്മിലുള്ള ഒരു സീക്രട്ട് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ റോളൻ ഹില്ല് അപ്പോൾ ഇതുപോലെ എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ടാവും സൂത്രം. അപ്പോൾ പുള്ളിക്കാരൻ വീട്ടിൽ പോയിരുന്ന ആലോചിച്ച് 1837 ഈ സമയം, 1837 വീട്ടിൽ പോയിരുന്ന ആലോചിച്ചിട്ട് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ സ്റ്റാമ്പ് എന്നുള്ള ഒരു ആശയം വന്നത്. അതിനൊരു പ്രത്യേക വില ഉണ്ടായിരിക്കണം. ആ വില അനുസരിച്ച് ഇത്ര ദൂരം വരെ പോകാം, അല്ലെങ്കിൽ ഇന്ന പ്രദേശത്ത് മുഴുവനും ഈ ഒരു സ്റ്റാമ്പ് കൊണ്ട് ലെറ്റർ അയക്കാൻ പറ്റും എന്നുള്ള ഒരു രീതി. അങ്ങനെയാണ് 1837 അതൊരു ഫേമസ് പോസ്റ്റ് ഓഫീസ് ആക്റ്റാണ്. 1837 പോസ്റ്റ് ഓഫീസ് ആക്ട് വന്നത്. അതിനുശേഷം 1840 ലോകത്തിലാദ്യമായിട്ട് സ്റ്റാമ്പ് റിലീസ് ചെയ്തത്. അതിൻ്റെ ഡേറ്റ് 6/5/1840. ഫസ്റ്റ് സ്റ്റാമ്പ് ഇൻ ദ വേൾഡ്. ആ സ്റ്റാമ്പിൻ്റെ എൻ്റെ കയ്യിൽ ആ സ്റ്റാമ്പില്ല, ഒരു ഫോട്ടോ കോപ്പിയാണത്. ഇതാ, ഇത് പെനി ബ്ലാക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ബ്ലാക്ക് കളറാണ്, 1 പെനിയാണ് ഇതിൻ്റെ ഡിനോമിനേഷൻ. ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പിൻ്റെ പടമാണത്, വിക്ടോറിയയുടെ തല. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവരിറക്കുന്ന ആദ്യമായിട്ട് ഇറക്കണതാണല്ലോ. അപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടനിൽ അടിക്കേണ്ട ആവശ്യമില്ല, വേറെ ഒരു സ്ഥലത്തും സ്റ്റാമ്പില്ല. അപ്പോൾ ഇത് കാണുകയാണെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടനാണ് അടിച്ചതെന്നുള്ള മനസ്സിലാക്കാം. അപ്പോൾ ആ പാരമ്പര്യം അവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. അവർ അടിക്കുന്ന സ്റ്റാമ്പിൽ ഇപ്പോഴും ബ്രിട്ടൻ്റെ പേരില്ല, രാജ്ഞിയുടെ തല മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഡിനോമിനേഷൻ കാര്യങ്ങളൊക്കെ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ലോകത്തിൽ ഈ രാജ്യത്തിൻ്റെ പേരില്ലാത്ത ഒരേ ഒരു സ്റ്റാമ്പ് ആരാണ് ഇറക്കണമെന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടൻ. അപ്പോൾ 1840 അങ്ങനെ ആദ്യമായിട്ട് സ്റ്റാമ്പ് ഇറക്കി. ഈ സ്റ്റാമ്പ് ഇത് ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ ഇത് ഫസ്റ്റ് സ്റ്റാമ്പ് എന്നുള്ളതിൻ്റെ ഒരു ക്രേസ് ഉണ്ട്. അത് കാരണം ഇതിന് ഏകദേശം ഒരു മിൻറ്റ് സ്റ്റാമ്പാണെങ്കിൽ, അടിക്കാത്ത സ്റ്റാമ്പാണെങ്കിൽ 1 ലക്ഷം രൂപ വിലയുണ്ട്, 1 lakh. അടിച്ച നല്ല ഒരു ഫൈൻ കോപ്പി ആണെങ്കിൽ ഏകദേശം 75,000 50,000 ഒക്കെ കിട്ടും. ഇത് പലരുടെയും കയ്യിലുണ്ട്, നമുക്ക് മേടിക്കാനും കിട്ടും, പക്ഷേ ഇത്രയും രൂപ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാമ്പിൻ്റെ വേൾഡ് 1840 പെന്നി ബ്ലാക്ക്. അതിനുശേഷം പെന്നി ബ്രൗൺ ഇറങ്ങി, ബ്രൗൺ കളർ ഇറങ്ങി. പിന്നെ ഓരോ കളർ വ്യത്യാസം, പച്ച, ഇളം പച്ചയൊക്കെ ഇറങ്ങി. അപ്പോൾ ഇതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റാമ്പ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിസർ കട്ട് സ്റ്റാമ്പായിരുന്നു. സിസർ കട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം, ഈ സ്റ്റാമ്പ് കീറിയെടുക്കാൻ ഒരു ഓട്ടയുണ്ടല്ലോ, നമ്മൾ പോസ്റ്റ് ഓഫീസിലറിയാം. അത് ഇങ്ങനെ വലിച്ച് കീറിയെടുക്കാൻ അന്ന് പറ്റിയിരുന്നില്ല, അത് കണ്ടുപിടിച്ചില്ല. അപ്പോൾ ഈ ഷീറ്റ് മേടിച്ചിട്ട് സിസർ വെച്ച് കട്ട് ചെയ്ത് ഒരു സ്റ്റാമ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താണ് കിട്ടുന്നത്. അതിന് സിസർ കട്ട് അല്ലെങ്കിൽ ഇംപെർഫ് സ്റ്റാമ്പ് എന്ന് പറയും. പെർഫറേഷൻ ഇല്ല, ആ തുളയ്ക്ക് പെർഫറേഷനാണ് ടെക്നിക്കലായിട്ട് പറയുന്നത് ഫിലാറ്റലിയിൽ. അപ്പോൾ ഇങ്ങനെ ആ സ്റ്റാമ്പ് ഇറങ്ങിയതിന് ശേഷം പിന്നെ 1842 ബ്രസീൽ ഇറക്കി, 1843 ഓരോ സ്റ്റാമ്പുകൾ ഇറക്കി, ഓരോ രാജ്യക്കാരിറക്കി. നമ്മളിറക്കിയത് എന്താണെന്നറിയാമോ? 1852. 1852. പക്ഷെ അന്ന് ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഭരിക്കണത്. അപ്പോൾ അന്ന് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് അല്ല, ഈസ്റ്റ് ഇന്ത്യ പോസ്റ്റ് ഓഫീസ് എന്നാണ് അന്നത്തെ പേര്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റാമ്പ് ഇറക്കിയത് ഞാൻ പറഞ്ഞു 1852. അതന്ന് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് അല്ല, ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ പോസ്റ്റ് ഓഫീസ് എന്നാണ് പറയുന്നത്. അത് ആദ്യത്തെ സ്റ്റാമ്പ് എന്ന് പറയുന്നത് സിൻഡ് ഡാക്ക് എന്ന് പറയും. സിൻഡ് ഡാക്ക്, SCINDE, സിൻഡേ എന്നാണ് പറയുന്നത്. സിൻഡേദാക്ക്, സിൻഡേ ശരിക്കും സിൻഡ് എന്നാണ്. സിൻഡ് പ്രോവിൻസ്, ഇപ്പോഴത് പാകിസ്ഥാനില്ല, സിൻഡ് പ്രോവിൻസ്. ആ പ്രോവിൻസിലാണ് ഈ സ്റ്റാമ്പ് ഇറക്കിയത്. അപ്പോൾ അത്
ആ പ്രൊവിൻസിൽ മാത്രമേ സർക്കുലേഷൻ ഉള്ളൂ, ഓൾ ഇന്ത്യ സർക്കുലേഷൻ ഇല്ല. സിന്ധി ഡാഗിൻ്റെ പ്രത്യേകത. പിന്നെ അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ സർക്കുലർ സ്റ്റാമ്പാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ഇത് ചതുരം, ഇതാണ് അതിൻ്റെ ഫോട്ടോ, സിന്ധി ഡാഗിൻ്റെ ഫോട്ടോ. ഇതിന് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 1.5 ലക്ഷം വിലയൊക്കെ ഉണ്ട്. ഇത് വളരെ റെയറാണ്. ഇത് പേപ്പറല്ല എന്ന് പറയുന്നുണ്ട്, പിന്നെ ഇത് തുണിയാണെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോഴും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക ശരിക്കുള്ളത്. അപ്പോൾ സിന്ധി ഡാഗ് 1852 ഇറക്കി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അത് വിഡ്രോ ചെയ്തിട്ട് ഓൾ ഇന്ത്യ സർക്കുലേഷനിൽ വീണ്ടും സിന്ധി ഡാഗ് ഇറക്കി. 1854 ഓൾ ഇന്ത്യ സർക്കുലേഷനിൽ ഇറക്കി. അതാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പുള്ള ആ സ്റ്റാമ്പിൻ്റെ. പിന്നെ ഇഷ്ടംപോലെ സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. അതെല്ലാം ബ്രിട്ടീഷ് രാജ്ഞിയുടെ തല വെച്ചുകൊണ്ടുള്ള സ്റ്റാമ്പുകളാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രീഡം ഇല്ല സ്റ്റാമ്പ് അടിക്കാനായിട്ട്. അങ്ങനെ അങ്ങ് പോയി. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ഇറക്കിയത് എന്നാണെന്നറിയാവോ? 1947. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 26/11/1947. അതിൽ നമ്മൾ നാഷണൽ ഫ്ലാഗിൻ്റെ പടം വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ജയ് ഹിന്ദ് എന്നാണ് അതിൽ എഴുതിയിരുന്നത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റാമ്പ് ഓഫ് ഫ്രീ ഇന്ത്യ നാഷണൽ ഫ്ലാഗിൻ്റെ. പിന്നെ നമ്മൾ ഇഷ്ടം പോലെ ഇങ്ങനെ സ്റ്റാമ്പ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നു. 1947 മഹാത്മാഗാന്ധിയുടെ ഒരു സെറ്റ് ഓഫ് സ്റ്റാമ്പ് ഇറങ്ങി. അതിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. അത് 10 രൂപ, 12 അണ, 3.5 അണ, 1.5 അണ, ഇങ്ങനെ 4 എണ്ണം, എ സെറ്റ് ഓഫ് 4 സ്റ്റാമ്പ്. അതിന് ഇപ്പോൾ ഏകദേശം ഒരു 1 ലക്ഷം രൂപയുടെ വിലയാണ് ആ സെറ്റിന്. പക്ഷേ ആ 12 രൂപയുടെ സ്റ്റാമ്പിനാണ് ഏറ്റവും കൂടുതൽ വില. അത് നമ്മുടെ രാജഗോപാലാചാരി ഗവർണർ ജനറൽ ആയിരുന്നപ്പോൾ ഈ ഒരു 10 രൂപയുടെ ഒരു ഷീറ്റ് എടുത്തിട്ട് പുള്ളിക്കാരൻ അതിൽ ഓവർ പ്രിൻ്റ് ചെയ്ത് സർവീസ് സ്റ്റാമ്പ് എന്ന് ഓവർ പ്രിൻ്റ് ചെയ്തു. ഈ സർവീസ് സ്റ്റാമ്പ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? സർവീസ് സ്റ്റാമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളിൽ തപാൽ അയക്കാനായിട്ട് അശോക സ്തംഭത്തിൻ്റെ മാത്രം പടമുള്ള സ്റ്റാമ്പുകളാണ്. പല ഡിനോമിനേഷൻ, 10 രൂപ, 5 രൂപ, അങ്ങനെയുള്ളതൊക്കെ. അതിനാണ് സർവീസ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുള്ളിക്കാരൻ സർവീസ് എന്ന് പറഞ്ഞ് ഓവർ പ്രിൻ്റ് ചെയ്ത് ഒരു ഷീറ്റ് എടുത്ത് വെച്ചു. അത് നമ്മുടെ നാഷണൽ ഫിലാറ്റലിക് മ്യൂസിയം എന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോസ്റ്റൽ ഡയറക്ടറേറ്റിൽ ഇപ്പോൾ ഒരു മ്യൂസിയം ഉണ്ട്. അതിലിങ്ങനെ എല്ലാ സ്റ്റാമ്പുകളുടെ ഒരു ശേഖരമുണ്ട്. ആ കൂട്ടത്തിൽ ഇതുമാണ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. ഏത്? ഈ 10 രൂപയുടെ സ്റ്റാമ്പ് സർവീസ് ഓവർ പ്രിൻറ്റഡ് ആണെങ്കിൽ അത് കഴിഞ്ഞ കൊല്ലം ആ ഷീറ്റിൽ നിന്ന് ഒരു ബ്ലോക്ക് ഓഫ് 4 എന്ന് വെച്ചാൽ 4 എണ്ണത്തിൻ്റെ ഒരു ബ്ലോക്കായിട്ടുള്ളത് അത് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ബ്രിട്ടനിൽ അത് ഓപ്ഷൻ ചെയ്ത് എത്ര രൂപയ്ക്കാണെന്നറിയോ? 11 കോടി. ഒന്ന് ആലോചിച്ച് നോക്ക് സ്റ്റാമ്പിൻ്റെ വില. പിന്നെ ഗാന്ധിയോടുള്ള സ്നേഹം. 12 രൂപ, 10 രൂപ കിട്ടാനില്ല, സർവീസ് എന്നുള്ളത് ഒരിക്കലും കിട്ടാനില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റാമ്പിൻ്റെ വില വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് സ്റ്റാമ്പ് മേടിച്ച് വയ്ക്കുമ്പോൾ, ഒരു RD വരും പോലെ, ഒരു റെക്കറിങ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു 5 രൂപയുടെ സ്റ്റാമ്പ് മേടിച്ചു, ഒരു കൊല്ലം ഒരു 200 രൂപയുടെ സ്റ്റാമ്പ് മേടിച്ചു, 10 കൊല്ലം കഴിഞ്ഞിട്ട് 2000 രൂപയായിരിക്കും, 2500 രൂപയായിരിക്കും. നമ്മുടെ ഒരു എന്താണ് ഈ അവാർഡീസ്, ഒരു 4 പേരുടെ ശങ്കരക്കുറുപ്പ്, അങ്ങനെയുള്ളൊരു 4 പേരുടെ ഒരു അവാർഡ് കിട്ടിയ സ്റ്റാമ്പ്, 4 പേരുടെ സ്റ്റാമ്പാണ്. അത് 15 രൂപയുടെ 15 4 60 രൂപ. അതിൻ്റെ ഒരു കവറും കൂടെ കൂടി അതിൻ്റെ ക്യാൻസലേഷൻ തന്നെ പിന്നെ പറഞ്ഞുതരാം. എല്ലാം കൂടെ കൂടി 15 60 10 70 രൂപയുള്ളൂ. ഇപ്പം അതിന് 3500 രൂപ വില. അത് ഇറങ്ങിയിട്ട് കുറച്ച് നാളേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇതിനൊരു പ്രിയമാണ് കേട്ടോ. ഒരു സാധനം കാണുമ്പോൾ നമുക്കൊരു പ്രിയം വരും. അപ്പോൾ എന്ത് വില കൊടുത്തും മേടിക്കാമെന്ന് വരും. ഒരു സ്റ്റാമ്പ് ചിലപ്പോൾ കിട്ടാനില്ല വരുമ്പോഴത്തേക്കും എനിക്ക് ഒരെണ്ണം വേണം, എങ്ങനെയെങ്കിലും അത് മേടിച്ചിടും. അതാണ് സ്റ്റാമ്പിൻ്റെ ഫിലാറ്റലിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ആദ്യം സ്റ്റാമ്പ് എവിടെയാണ് ഇറക്കിയത്, പിന്നെ ഇന്ത്യയിൽ ആദ്യം അങ്ങനെയാണ് സ്റ്റാമ്പ് ഇറക്കിയത്, പിന്നെ അങ്ങനെയാണ് സ്റ്റാമ്പുകൾ വന്നത്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്നാണ് സ്റ്റാമ്പ് ഇറക്കിയത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി എന്തെല്ലാം തരം സ്റ്റാമ്പുകളുണ്ട് എന്നുള്ളതാണ് അടുത്തത്. പ്രധാനമായിട്ട് സ്റ്റാമ്പിൽ 2 തരം സ്റ്റാമ്പുണ്ട്. പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് നമ്മൾ സ്റ്റാമ്പ് കിട്ടുന്നത്. ഒന്ന് ഡെഫിനിറ്റീവ് എന്ന് പറയാം. ഡെഫിനിറ്റീവ് എന്താണ്? ഈ സാധാരണ നമ്മൾ ലെറ്ററിൽ ഒട്ടിച്ചയക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാമ്പിനാണ് ഡെഫിനിറ്റീവ് സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത്. DEFINITIVE ഡെഫിനിറ്റീവ് സ്റ്റാമ്പ്സ് എന്ന് പറയും. അത് ഇങ്ങനെ ഇഷ്ടംപോലെ അടിച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ചേഞ്ച് ചെയ്യാനും ഡിസൈനും ചേഞ്ച് ചെയ്യും. ഒരു സീരിയസ് ആയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ കമമറേറ്റീവ് സ്റ്റാമ്പ്, സ്മാരക സ്റ്റാമ്പുകൾ. വ്യക്തികളുടെ സ്മാരകമായിരിക്കാം, ബിൽഡിങ്ങിൻ്റെ സ്മാരകമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഒരു പുഴയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പർവ്വതത്തിൻ്റെ ആയിരിക്കാം. അങ്ങനെ പലതിൻ്റെയും സ്മാരകമായിട്ട് സ്റ്റാമ്പുകളായിരിക്കും. അപ്പോൾ ഈ സ്മാരക സ്റ്റാമ്പുകൾ
ഒരിക്കൽ ഒരു 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 ഫിക്സഡ് നമ്പർ അടിച്ചു കഴിഞ്ഞ് പിന്നീട് അടിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞാൽ അതിൻ്റെ സെയിൽ വരും, പിന്നെ അവിടെ കിട്ടില്ല. അപ്പോൾ കൂടുതൽ വാങ്ങിച്ചു വെച്ചവരുടെ അടുത്ത് നിന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു സ്റ്റാമ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരെണ്ണം തരാം 5 രൂപയുടെ ആണെങ്കിൽ അവർ ചിലപ്പോൾ 500 രൂപ പറയും. അതാണ് ഒരു പ്രിയമാണ് ഇതിൻ്റെ. അതിന് ഫിലാറ്റലിക് വാല്യൂ എന്ന് പറയും. പിന്നെ ഒരു എന്താണ് ഒരു ബിസിനസ് ടെക്നിക്കും കൂടിയാണ്. കൊച്ചിൻ സിനഗോഗ് എന്ന് പറഞ്ഞാൽ 1968 കൊച്ചിൻ സിനഗോഗ്. പിന്നെ നമ്മുടെ കേരളത്തിൽ ആദ്യം ഇറക്കിയ സ്ഥാപനം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ 1967 1967 68 ഈ സിനഗോഗ്, അതായത് യഹൂദ പള്ളിയുടെ മട്ടാഞ്ചേരിയിലുള്ള അന്ന് ഇന്ദിരാഗാന്ധിയാണ് അത് വന്നു ആ സ്റ്റാമ്പ് റിലീസ് ചെയ്തത്. ഞാൻ അതിനും ഉണ്ടായിരുന്നു 68. അതിന് 20 പൈസയുടെ സ്റ്റാമ്പാണ്. ആ സ്റ്റാമ്പിന് ഇപ്പോൾ ഭയങ്കര വിലയാണ്. കാരണം അത് കിട്ടാനില്ല. ഈ യഹൂദന്മാർക്ക് വലിയ പ്രിയ. അവിടെ കോഹൻ എന്ന് പറഞ്ഞ ഒരു സെക്യൂരിറ്റി ഉണ്ട്. പുള്ളിക്കാരൻ ഈ സ്റ്റാമ്പ് കുറേ മേടിച്ച് വെച്ചിട്ട് എവിടെ നിന്നൊക്കെ മേടിച്ച് സംഘടിപ്പിച്ച് പുള്ളി ഈ സിനഗോഗിൻ്റെ ഒരു പിക്ചർ കാർഡ് ഉണ്ടാക്കി ആ സ്റ്റാമ്പ് അടിച്ച് അവിടെ ഒരു ക്യാൻസലേഷൻ വെച്ച് ഒരു സീലും വെച്ച് ഇത് വിൽക്കും. അത് സാഹിബന്മാർ വരുമ്പോഴത്തേക്കും പുള്ളി അത് 500 രൂപ 1000 രൂപ മുഖം നോക്കിയിട്ടാണ് കൂടെ വിൽപ്പന. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ ഈ സ്റ്റാമ്പ് തീർന്നു പോയി. അപ്പോൾ പുള്ളി ഡയറക്ടറേറ്റിലേക്ക് എഴുതി ഈ സ്റ്റാമ്പ് കുറച്ച് പ്രിൻറ്റ് ചെയ്ത് തരണമെന്ന് പറയും. നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കില്ല, കാരണം ഒരിക്കലും മാത്രമേ പ്രിൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റാമ്പിൻ്റെ വില പോണത്. അപ്പോൾ ഡെഫിനിറ്റീവ് സ്റ്റാമ്പ് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഏത് സമയത്തും കിട്ടും. പോസ്റ്റ് ഓഫീസ് എന്നുണ്ടെങ്കിൽ വിലക്കില്ല അയക്കാം. കമമറേറ്റീവ് സ്റ്റാമ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, 6 മാസം കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ തന്നെ ചില ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് ഓഫീസിൽ ഫിലാറ്റലിക് ബ്യൂറോ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. ഫിലാറ്റലിക് ബ്യൂറോ, അതായത് ഇങ്ങനെയുള്ള സ്റ്റാമ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സ്റ്റാമ്പ് ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആവശ്യപ്പെട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. എനിക്ക് ഇന്ന് എല്ലാ സ്റ്റാമ്പുകളും ഓരോന്ന് വേണം, അല്ലെങ്കിൽ 2 വെച്ച് വേണം, ഇങ്ങനെയുള്ളത്. അപ്പോൾ അയച്ചു തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സ്റ്റാമ്പുകൾ പലതരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒന്ന് കമമറേറ്റീവ്, പിന്നെ ഡെഫിനിറ്റീവ് സ്റ്റാമ്പ്സ് ആൻഡ് കമമറേറ്റീവ് സ്മാരക സ്റ്റാമ്പുകൾ. ഇതിൽ തന്നെ നമ്മൾ പല തരത്തിൽ ഇത് കളക്ട് ചെയ്യുന്ന പലരും ഇങ്ങനെ അറിയാനായിട്ട് ഉദ്ദേശിക്കും. അതായത് ഒരു മിൻറ്റ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. മിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബോംബെയിൽ ആണ് നമ്മുടെ കറൻസി അടിക്കുന്ന ഒരു മിൻറ്റുണ്ട്, ഒരു പ്രസ്സുണ്ട് നാസിക്കിൽ. അവിടെ തന്നെയാണ് ഈ സ്റ്റാമ്പ് അടിക്കുന്നത്. വളരെ സെക്യൂറായിട്ട് അടിക്കുന്നതാണ്. അതിന് മിൻറ്റ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്നത് യാതൊരു വിധത്തിൽ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടുന്ന സ്റ്റാമ്പിനാണ് മിൻറ്റ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. പിന്നെ ക്യാൻസൽഡ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാലോ, ലെറ്ററിൽ ഒട്ടിച്ച് സീലടിച്ച് നമ്മൾ അതിൽ നിന്ന് വലിച്ചു പറിച്ചോ ഏതെങ്കിലും വിധത്തിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുന്നതിനാണ് ക്യാൻസൽഡ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അപ്പം മിൻറ്റ് സ്റ്റാമ്പ്, ക്യാൻസൽഡ് സ്റ്റാമ്പ്, പിന്നെ ക്യാൻസൽഡിനെ യൂസ്ഡ് സ്റ്റാമ്പ് എന്നും പറയാം. കാരണം അത് പോസ്റ്റലി യൂസ്ഡ് ആയതുകൊണ്ട് യൂസ്ഡ് സ്റ്റാമ്പ്. പിന്നെ അൺയൂസ്ഡ് സ്റ്റാമ്പ് എന്ന് പറയും. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഈ ക്വിസിന് ഫിലാറ്റലിക് ക്വിസിന് പോവുകയാണെങ്കിൽ ഇതൊക്കെ ചോദിക്കും. വാട്ട് ഈസ് എ മിൻറ്റ് സ്റ്റാമ്പ്, വാട്ട് ഈസ് എ യൂസ്ഡ് സ്റ്റാമ്പ്, വാട്ട് ഈസ് എൻ അൺയൂസ്ഡ് സ്റ്റാമ്പ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അൺയൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, യൂസ്ഡ് ഉണ്ട്, മിൻറ്റ് ഉണ്ട്. അൺയൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് അശ്വതിക്ക് ഒരു ലെറ്റർ അയക്കാനായിട്ട് ആ സ്റ്റാമ്പ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ അത് അത്രയും രൂപയുടെ വേണ്ടായിരുന്നു, 5 രൂപയുടെ മതി, ഞാൻ 10 രൂപയുടെ ഒട്ടിച്ച് പോയി. അപ്പോൾ ഞാൻ പതുക്കെ അതൊന്ന് ഇളക്കിയെടുത്തിട്ട് സ്റ്റാമ്പിന് കേടൊന്നുമില്ല, പക്ഷേ ആ സാധനം പിന്നീട് ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ മാറ്റി വെച്ചു. ആ സ്റ്റാമ്പിനാണ് അൺയൂസ്ഡ്. പോസ്റ്റലി യൂസ്ഡ് അല്ല, മിൻറ്റും അല്ല, അതിൽ പശയൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് എൻ അൺയൂസ്ഡ് സ്റ്റാമ്പ്. അപ്പോൾ എന്തൊക്കെ തരം സ്റ്റാമ്പുകളുണ്ട്? മിൻറ്റ് സ്റ്റാമ്പ്, യൂസ്ഡ് സ്റ്റാമ്പ്, അൺയൂസ്ഡ് സ്റ്റാമ്പ്. ഇനി ഈ സ്റ്റാമ്പുകൾ പല രീതിയിൽ കളക്ട് ചെയ്യും. ഒരേ സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യും. പിന്നെ ചിലർ 2 സ്റ്റാമ്പ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നതായിട്ട് കളക്ട് ചെയ്യും. ഇതുണ്ട്, ഇങ്ങനെയുള്ളതിനാണ് മിൻറ്റ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. മിൻറ്റ് അതായത് സീലൊന്നും ഇല്ലാതെ മിൻറ്റ് സ്റ്റാമ്പ്. ഇത് യൂസ്ഡ് സ്റ്റാമ്പ്, ഇതുണ്ട് സീലുണ്ട്, യൂസ്ഡ് സ്റ്റാമ്പ്. പിന്നെ ഇത് തന്നെ ഈ യൂസ്ഡ് സ്റ്റാമ്പ് തന്നെ 2 ഒരുമിച്ച് കളക്ട് ചെയ്യില്ലല്ലോ, അതിന് പെയറെന്ന് പറയും. പെയറെന്ന് വെച്ചാൽ അറിയാമല്ലോ, പെയർ. പിന്നെ ഇത് കണ്ടോ, ഇത് വേറൊരു പ്രത്യേകത. ഇതിന് സെറ്റനൻ്റ് എന്ന് പറയും, SETENANT, സെറ്റനൻ്റ്. അത് 2 പേരുടെ മുഖങ്ങൾ ഒരു ഷീറ്റിൽ തന്നെ അടിച്ചു വരും. സെറ്റനൻ്റ് സ്റ്റാമ്പ് 2 പേഴ്സണാലിറ്റികൾ, അല്ലെങ്കിൽ 2 പർവ്വതങ്ങൾ, ഹിമാലയവും ആൽപ്സും കൂടെ കൂടിയിട്ട് അങ്ങനെ അടിച്ചു വരും. അപ്പോൾ ഇത് വരണം. പിന്നെ അടുത്തത് ഇതുപോലെ തന്നെ ഒരു സെറ്റായിട്ട് വരും. ഇതിന് സെറ്റനൻ്റ്, SETENANT എന്ന് പറയും, സെറ്റനൻ്റ് സ്റ്റാമ്പ്. അപ്പോൾ മിൻറ്റ് സ്റ്റാമ്പ്, യൂസ്ഡ് സ്റ്റാമ്പ്, പെയർ, സെറ്റനൻ്റ്,
ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഫിലാറ്റലിക് ടേംസാണത്. ഫിലാറ്റലി കുറിച്ച് പഠിക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ബ്ലോക്ക് ഓഫ് 4 ഇതുണ്ടോ, ഒരു ബ്ലോക്ക് ഇങ്ങനെ 4 ഒരുമിച്ച് കീറാതെ ഇരിക്കണം. ബ്ലോക്ക് ഓഫ് 4 ഇത് സ്വാധീനിരുന്നാളിൻ്റെ ഒരു സ്റ്റാമ്പാണ്. ഇത് വള്ളത്തോൾ എൻ്റെ ഒരു സ്റ്റാമ്പാണ്. ഇത് ബ്ലോക്ക് ഓഫ് 4 എന്ന് പറയും. അപ്പോൾ പലതരത്തിലും കളക്ട് ചെയ്യും. കാശ് കൂടുതലുള്ളൊരു ഷീറ്റായിട്ട് കളക്ട് ചെയ്യും, അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് 4 ആയിട്ട് കളക്ട് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാമ്പ് ഇറങ്ങുന്നതിൻ്റെ കൂടെ അതിൽ 2 കാര്യങ്ങളും കൂടെ ഇതിന് മിനിയേച്ചർ ഷീറ്റ് എന്ന് പറയും. മിനിയേച്ചർ ഷീറ്റ് ഇത് ഓരോ സാധനങ്ങളാണ്. മിനിയേച്ചർ ഷീറ്റ് അത് ഒരു സ്റ്റാമ്പ്. ഈ സ്റ്റാമ്പിൻ്റെ പുറത്ത് ഒരു ഡിസൈനോട് കൂടിയുള്ള പേപ്പർ ഉണ്ടാവും. അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് വയ്ക്കുമ്പോൾ ഈ സ്റ്റാമ്പിൻ്റെ വിലയേക്കാളും കുറച്ച് കൂടുതൽ പൈസ മേടിക്കും. അതിന് മിനിയേച്ചർ ഷീറ്റ് എന്ന് പറയും. ഇത് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കും മിനിയേച്ചർ ഷീറ്റ്. പിന്നെ ഇവിടെ വന്നിട്ട് ഇതാണ് ഇൻഫർമേഷൻ ബ്രോഷർ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ബ്രോഷർ ഒരു സ്റ്റാമ്പ് ഇറക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ ഡേറ്റാസ്, ഈ സ്റ്റാമ്പ് എത്ര എണ്ണം അടിച്ചു, എന്താണ് ഇതിൻ്റെ കളറ്, ഇത് മറ്റേ എന്തിനെ കുറിച്ചാണ്, ആ ഒരു പേഴ്സണാലിറ്റി, അതിനെക്കുറിച്ച് ഒരു അത് ഞാനിവിടെ ഒട്ടിച്ചു പോയി, അതിൻ്റെ ഒരു വിവരണം ഉണ്ടാവും അതിൻ്റെ പുറത്ത്. അപ്പോൾ ഒരു പേഴ്സണാലിറ്റിയാണ്, അതിനെക്കുറിച്ചുള്ള വിവരണം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചെല്ലാം അറിയാൻ പറ്റും. അയാളുടെ ഹിസ്റ്ററിയും എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ദിസ് ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കുറേ കാര്യങ്ങൾ വേറെ പെർഫറേഷൻ, കളറ് ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണോ സ്റ്റാമ്പ്, ഒറിജിനലാണോ സ്റ്റാമ്പ് എന്ന് അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു സ്റ്റാമ്പ് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ് ഇതുപോലെ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും. പിന്നെ ഒരു കവർ ഉണ്ടാവും. ഈ കവറിന് ഫസ്റ്റ് ഡേ കവർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡേ കവർ അതായത് ഈ സ്റ്റാമ്പിനോട് ബന്ധപ്പെട്ട, അതിൻ്റെ ഡിസൈനോട് ബന്ധപ്പെട്ട ഒരു കവർ. ഇത് മഹാത്മാഗാന്ധി ദണ്ഡി യാത്രയ്ക്ക് പോയൊരു സ്റ്റാമ്പാണ്. 1800 സംതിങ് അതിന് ഉണ്ട്. എൻ്റെ ഡേറ്റ് ഞാൻ മറന്നുപോയി. 1830 ദണ്ഡി യാത്ര. അതിനെക്കുറിച്ച് അദ്ദേഹം നടന്നു പോണ ഒരു സ്റ്റാമ്പ് കണ്ടോ, കാല് മാത്രം കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഫസ്റ്റ് ഡേ കവറിൽ അദ്ദേഹം ഈ കവറിനോട് ബന്ധപ്പെട്ട സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അതിനൊരു സീലും കൂടെ അടിക്കുകയാണ് ഈ ഫസ്റ്റ് ഡേ ക്യാൻസൽഡ് കവറിന്. ഇതിനാണ് കൂടുതൽ കാര്യം. അപ്പോൾ ഈ ക്യാൻസലേഷൻ നമ്മുടെ ഫിലാറ്റലിക് ബ്യൂറോയിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഫിലാറ്റലിക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ വീട്ടിലേക്ക് അയച്ചു തരും. ഇത് ഞാൻ പറഞ്ഞ സിനഗോഗിൻ്റെ സ്റ്റാമ്പ്, മട്ടാഞ്ചേരി സിനഗോഗിൻ്റെ സ്റ്റാമ്പ് 20 പൈസയുടെ സ്റ്റാമ്പ്. ഇത് പണ്ടത്തെ ഒരു സ്റ്റാമ്പാണ്. ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? ഓക്കെ. പിന്നെ പണ്ടുണ്ടായിരുന്ന പലതരം ക്യാൻസലേഷൻസാണ്. പലതരം നമ്മൾ ഈ ലെറ്ററിൽ അടിച്ചു കൊടുക്കുന്ന പലതരം ക്യാൻസലേഷനാണ്. ഞാൻ വെറുതെ കളക്ട് ചെയ്ത് സൂക്ഷിക്കുകയാണ്. ഞാൻ പണ്ട് രാജഗിരി സ്കൂളിൽ പോയപ്പോഴത്തേക്കും ഒരു പയ്യൻ, ഒരു നീഗ്രോ പയ്യനാണ്, അവനവിടെ താമസിച്ച് പഠിക്കുക. അപ്പോൾ സാർ, വാട്ട് ഈസ് മെൻ ബൈ ക്യാൻസലേഷൻ? സാർ, ഈ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ചോദ്യം പുള്ളിയുടെ വളരെ ജെന്യുവനായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ പുള്ളി വിചാരിച്ചേക്കണ ഈ സ്റ്റാമ്പ് വലിച്ചൊരു കളയുക, ക്യാൻസൽ ചെയ്ത് കളയുകയാണ് എന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ല. അതായത് ഈ സ്റ്റാമ്പ് നമ്മൾ ലെറ്ററിൽ ഒട്ടിക്കുമ്പോഴത്തേക്കും അത് ഏത് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ചെയ്തു, ആ പോസ്റ്റ് ഓഫീസിൻ്റെ പേര് ആ സീലിലുണ്ടാവും, അതിൻ്റെ ഒരു പിൻകോഡ് ഉണ്ടാവും, അതിൻ്റെ ടൈം ഓഫ് പോസ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ണൂർ പോസ്റ്റ് ചെയ്തതാണ്, ഇന്ന് 28 പോസ്റ്റ് ചെയ്തതാണ്, ഇത്രയും വൈകാൻ കാരണം എന്താ, നമുക്ക് വേണമെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഉദാഹരണം ഇവിടെ വരികയാണ്, തിരുവനന്തപുരത്ത് വരികയാണ്. തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്തൊരു സീലുണ്ടാവും, ഡെലിവറി സ്റ്റാമ്പ് എന്ന് പറയും. മറ്റേത് ഡേ സ്റ്റാമ്പാണ് അടിച്ചു കൊടുക്കുന്നത്, മറ്റേത് ഡെലിവറി സ്റ്റാമ്പ്. ആ ഡെലിവറി സ്റ്റാമ്പ് അതിലുണ്ടാവും. തിരുവനന്തപുരത്ത് വന്നിട്ട് അടിച്ചു കൊടുത്ത ഡേറ്റും ടൈമും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഡിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ ഡിലേ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സീലുകൾ അടിക്കുന്നതിനാണ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് സ്റ്റാമ്പ് ഇങ്ങനെ വെറുതെ ക്യാൻസൽ ചെയ്ത് കളയല്ല ചെയ്യണത്. ഓക്കെ. അപ്പം നിങ്ങൾ ഈ സ്റ്റാമ്പ് എവിടെ നിന്നാണ് കളക്ട് ചെയ്യണത് എന്നുള്ളതാണ് അടുത്ത് മനസ്സിലാക്കാൻ പോണത്. സ്റ്റാമ്പ് എവിടെ നിന്നാണ് കിട്ടുന്നത്? പോസ്റ്റ് ഓഫീസിൽ നിന്ന്. പോസ്റ്റ് ഓഫീസിൽ പോവുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റാമ്പ് കാശ് കൊടുത്ത് മേടിക്കുക, സൂക്ഷിച്ച് വയ്ക്കുക. അതൊരു മാർഗം. രണ്ടാമത്തെ മാർഗം, നിങ്ങളുടെ വീട്ടിൽ ലെറ്റർ വരും, നിങ്ങളുടെ ഫ്രണ്ട്സിന് ലെറ്റർ വരും, നിങ്ങളുടെ അച്ഛനോ അമ്മയോ വർക്ക് ചെയ്യണ ഓഫീസുകളിൽ ലെറ്റർ വരും. അപ്പോൾ അമ്മയോട് അച്ഛനോട് പറഞ്ഞു വെക്കണം, കൂട്ടുകാരോട് പറഞ്ഞു വെക്കണം, നിങ്ങൾക്ക് വരുന്ന ആ ലെറ്റർ എനിക്കിങ്ങ് തന്നേക്കണം. എന്തിനാണ്? നമുക്ക് ആ സ്റ്റാമ്പ് അതിൽ നിന്ന് ഇളക്കിയെടുക്കണം, സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരി, അത് കുഴപ്പമില്ല. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടി. പിന്നെ നമുക്ക് വരുന്ന ലെറ്റേഴ്സിലെ സ്റ്റാമ്പ് ഇളക്കിയെടുത്ത്, ക്യാൻസൽ ചെയ്ത സ്റ്റാമ്പായിരിക്കും, കുഴപ്പമില്ല, അത് ഇളക്കിയെടുത്തിട്ട് സൂക്ഷിക്കാം. ഇത് കൂടാതെ വേറൊരു മാർഗ്ഗമുണ്ട്. എങ്ങനെയാണ്? ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക.
അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സ്റ്റാമ്പ് കുതിരകളെ കുറിച്ചായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്റ്റാമ്പ് പൂക്കളായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പൂക്കളുണ്ട്, എനിക്ക് വേണ്ട അത്. അപ്പോൾ ഞാൻ പറയും, രാംകുട്ടി, ഞാൻ ഈ പൂക്കളുടെ സ്റ്റാമ്പ് നിനക്ക് തരാം, നീ എനിക്ക് ആ കുതിരയുടെ സ്റ്റാമ്പ് തരാം. അപ്പോൾ കാശൊന്നും കൊടുക്കണ്ട, എക്സ്ചേഞ്ച്. അതുപോലെ വേറെ ഒരാളും പറയാം, എനിക്കിതാണ് ഇഷ്ടം. അങ്ങനെ ബൈ മീൻസ് ഓഫ് എക്സ്ചേഞ്ച്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് നേരിട്ട് മേടിക്കാം, ലെറ്ററിൽ നിന്ന് മേടിക്കാം. ഇതുകൂടാതെ ബൈ മീൻസ് ഓഫ് എക്സ്ചേഞ്ച് ചെയ്ത്. ഇതുകൂടാതെ സ്റ്റാമ്പ് ഡീലേഴ്സ് ഉണ്ട് പറഞ്ഞല്ലോ. സ്റ്റാമ്പ് ഡീലേഴ്സ് ആദ്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കിട്ടാത്ത സ്റ്റാമ്പുകൾ പറയുകയാണെങ്കിൽ അവർ തിരഞ്ഞെടുത്ത് തരും. പക്ഷേ അവർ കൂടുതൽ പൈസ മേടിക്കും. അപ്പോൾ നേരത്തെ മേടിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും. അതിനൊരു മാർജിൻ എന്തായാലും അവരെടുക്കും. പണ്ടത്തെ 20 പൈസയുടെ സ്റ്റാമ്പൊക്കെ ഇപ്പോൾ 50 രൂപ 60 രൂപ അപ്രിയമനുസരിച്ചായിരിക്കും കൂടും. രാജീവ് ഗാന്ധിയുടെ 1 രൂപയുടെ സ്റ്റാമ്പാണ്. രാജീവ് ഗാന്ധി മരിച്ചതിൻ്റെ ഇടയ്ക്ക് അത് പെട്ടെന്ന് 1 രൂപയുടെ പെട്ടെന്ന് അങ്ങ് തീർന്നു പോയിട്ട് അത് ഒരെണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഓടി നടക്കായിരുന്നു. എവിടെന്നെങ്കിലും ഒരെണ്ണം വേണം. അത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സ്റ്റാമ്പ് എടുത്ത് വയ്ക്കും. അപ്പോൾ ഇവിടെ ഈ ഫ്ലാറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു റിട്ടയർഡ് മേജറാണ്, ഒരു കമ്മഡോറാണ്. അദ്ദേഹത്തിന് ഈ സ്റ്റാമ്പ് കിട്ടിയേ ഉള്ളൂ. ആ പുള്ളി പറഞ്ഞു, എനിക്ക് ഒരു സ്റ്റാമ്പ് വേണം, എത്ര പൈസ വേണം ഞാൻ തരാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു ഷീറ്റിൻ്റെ പകുതി ഷീറ്റ് ഞാൻ മേടിച്ച് വെച്ചിരുന്നു. ഒരു ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35 സ്റ്റാമ്പ്, ഏകദേശം 20 സ്റ്റാമ്പുകൾ ഞാൻ മേടിച്ചു. ഞാൻ അദ്ദേഹത്തിന് ഒരെണ്ണം കൊണ്ട് കൊടുത്തു. പുള്ളി വേഗം തന്നെ എനിക്ക് 100 രൂപ എടുക്കുന്നു. ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾക്ക് ഏതായാലും കിട്ടാനുള്ള സ്റ്റാമ്പില്ല, എനിക്ക് പറ്റുക എന്നുള്ളത്. ഞാനത് 1 രൂപ മേടിച്ചു. അദ്ദേഹം ഭയങ്കര സന്തോഷമായി. അപ്പോൾ ചിലതിനൊക്കെ അങ്ങനെ പെട്ടെന്ന് വില വരും. അപ്പോഴത്തേക്കും ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുമ്പോഴത്തേക്കും വില കൂടുതൽ കൊടുക്കും. അതാണ് വേറെ ഒരു പ്രത്യേകത. പിന്നെ ഈ ക്ലബ്ബുകളുണ്ട്, സ്റ്റാമ്പ് ക്ലബ്ബുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു സ്റ്റാമ്പ്, എറണാകുളത്ത് ഒരു സ്റ്റാമ്പ് ക്ലബ്ബുണ്ട്, റിലീജിയസ് സ്റ്റാമ്പ് എക്സ്ചേഞ്ച് ക്ലബ്ബ് എറണാകുളം. പിന്നെ ട്രിവാൻഡ്രത്തുണ്ട് അനന്തപുരി സ്റ്റാമ്പ് എക്സ്ചേഞ്ച് ക്ലബ്ബ് തിരുവനന്തപുരം, തൃശ്ശൂർ ഫിലാറ്റലി ക്ലബ്ബ് തൃശ്ശൂർ, കണ്ണൂർ ഫിലാറ്റലി ക്ലബ്ബ് കണ്ണൂർ, പിന്നെ കോഴിക്കോട്, പാലക്കാട്. ഇത്രയും പ്രദേശം ഒരുവിധം നന്നായിട്ട് നടക്കുന്ന ക്ലബ്ബുകൾ. ഇവരുടെ അടുത്ത് നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവർ മന്ത്ലി അവരുടെ ആവശ്യമില്ലാത്ത സ്റ്റാമ്പുകൾ കൊണ്ടുവന്ന് ഓപ്ഷൻ നടത്തും. ഉദാഹരണം 1000 രൂപയുടെ അവരുടെ ഒരു കളക്ഷനുണ്ട്. അപ്പോൾ അവർ ഓപ്ഷൻ വയ്ക്കുകയാണ്. അപ്പോൾ ഓപ്ഷൻ വയ്ക്കുമ്പോഴത്തേക്കും കൂടുതൽ വരും. 1000 രൂപയുടെ സ്റ്റാമ്പാണെങ്കിൽ 1200 1300 അത് വിളിച്ച് പോകും. അപ്പോൾ അതിൻ്റെ ആ ഓപ്ഷൻ വാല്യൂവിൻ്റെ 10% ക്ലബിലേക്ക് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമ്മളവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷനിൽ കൂടി സ്റ്റാമ്പ് മേടിക്കാം. പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സ്റ്റാമ്പ് മേടിക്കേണ്ടി വരും. അവർ ലോട്ടായിട്ടൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നതാണ്, നമുക്ക് എവിടെ നിന്നെല്ലാം സ്റ്റാമ്പ് കിട്ടും? പോസ്റ്റ് ഓഫീസ്, പിന്നെ ലെറ്റേഴ്സ്, പിന്നെ ബൈ മീൻസ് ഓഫ് എക്സ്ചേഞ്ച്, പിന്നെ ഇതുപോലെ ക്ലബ്ബുകൾ, പിന്നെ ഇതുകൂടാതെ ഡീലേഴ്സ്. ഇത്രയും സ്ഥലത്തു നിന്ന് സ്റ്റാമ്പുകൾ കിട്ടും. ഫിലാറ്റലി ബ്യൂറോയിൽ അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പുതിയ സ്റ്റാമ്പുകൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ വേറെ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ട് ഒരു 500 രൂപ മേടിക്കുക. എന്നിട്ട് ഫിലാറ്റലി ബ്യൂറോയിൽ തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. 4 ഫിലാറ്റലി ബ്യൂറോ ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ അത് അവിടെ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റേഷനിൽ എഴുതിയിടും. എല്ലാ സ്റ്റാമ്പുകളും അറിഞ്ഞ് അയച്ചു തന്നാൽ മതി. അതാണ് അതിൻ്റെ ഒരു ക്രൈസ്. അപ്പോൾ എല്ലാവരും ഒരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാം? അതാണ് ഫിലാറ്റലിക് മെറ്റീരിയൽസ്. എന്തെല്ലാം മെറ്റീരിയൽസ് നമുക്ക് കളക്ട് ചെയ്യാം? അത് ഓരോരുത്തരുടെ രുചി അനുസരിച്ച് പലരും പല രീതിയിൽ കളക്ട് ചെയ്യും. സ്റ്റാമ്പ് മാത്രം കളക്ട് ചെയ്യുന്നവരുണ്ട്. ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് ഡേ കവർ കാണിച്ചു തന്നു. അപ്പോൾ ചിലർ സ്റ്റാമ്പ് ഒട്ടിച്ച് ഫസ്റ്റ് ഡേ കവറിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് അത് സീൽ ചെയ്ത് സൂക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു കളക്ഷൻ. പിന്നെ ആ ഇൻഫർമേഷൻ ബ്രോഷർ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ കാണിച്ചിരുന്നു. അങ്ങനെ കളക്ട് ചെയ്യുന്നവർ, അത് മാത്രം കളക്ട് ചെയ്യുന്നവരുണ്ട്. ഇത് കൂടാതെ കളക്ടേഴ്സ് പാക്ക് എന്ന് പറയുന്ന സാധനം, അതായത് നമ്മുടെ ഒരു കൊല്ലം ഇറങ്ങിയ എല്ലാ സ്റ്റാമ്പുകളും ഒരു പാക്കറ്റാക്കിയിട്ട് അത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഈ കൊല്ലത്തെ സ്റ്റാമ്പ് ഡിസംബർ വരെയുള്ള സ്റ്റാമ്പ് അടുത്ത കൊല്ലം ഏകദേശം ഒരു ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ഒരു പാക്കറ്റ് ഇറങ്ങും. അതിൽ ആ പാക്കറ്റ് തുറക്കുകയാണെങ്കിൽ അതിലൊരു കവറിനകത്ത് ഈ 2020 ഇറങ്ങിയ എല്ലാ ഓരോ സ്റ്റാമ്പുകളുണ്ടാവും. പിന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാവും, ഡേറ്റ് ഓഫ് ഇഷ്യൂ, സ്റ്റാമ്പ് എന്നാണ് ഇറക്കിയത്, ആ സ്റ്റാമ്പിൻ്റെ പേരെന്താണ്, അതിൻ്റെ ഡിനോമിനേഷൻ, അതിൻ്റെ വാല്യൂ എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടൊരു ലിസ്റ്റും ആ സ്റ്റാമ്പെല്ലാം ഓരോന്നും. അത് കളക്ടേഴ്സ് പാക്ക്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ കൊല്ലങ്ങളിലെ സ്റ്റാമ്പ് കിട്ടാൻ വിഷമമുള്ള ആൾക്കാർ ഈ പാക്ക് മേടിച്ചാൽ മതി.
അപ്പോൾ അതിൻ്റെ ഓർഡറിൽ നമുക്ക് വെക്കാൻ പറ്റും, ക്രോണോളജിക്കൽ ഓർഡറിൽ വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് കളക്ടേഴ്സ് പാക്ക്. അപ്പോൾ സ്റ്റാമ്പ്, ഫസ്റ്റ് ഡേ കവർ, ക്യാൻസൽഡ് ഓർ പ്ലെയിൻ, ഇൻഫർമേഷൻ ബ്രോഷർ, കളക്ടേഴ്സ് പാക്ക്. ഞാൻ മിനിയേച്ചർ ഷീറ്റ് കാണിച്ചു തന്നു. മിനിയേച്ചർ ഷീറ്റ്, പിന്നെ പ്രൈവറ്റ് ഫസ്റ്റ് ഡേ കവറുകളുണ്ട്. പ്രൈവറ്റ് ഫസ്റ്റ് ഡേ കവർ ഉദാഹരണമായിട്ട് ഈ നമ്മുടെ ആർ കൃഷ്ണയ്യരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു കവർ മാത്രമേ സ്റ്റാമ്പ് ഇറങ്ങിയിട്ടില്ല. അത് ഒരു അസോസിയേഷൻകാർ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അവരുടെ ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് ഒരു കവർ ഇറക്കും. ഉദാഹരണമായിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രം അതിൻ്റെ 150ാമത്തെ വാർഷികത്തിന് അതിനെക്കുറിച്ചൊരു സ്റ്റാമ്പ് ഇറക്കും. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി കോളേജ് ആയിരിക്കും ആ കവറിലൊക്കെ പ്രിൻ്റ് ചെയ്യുന്നത്. അതിന് സീലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും, ക്യാൻസൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ പ്രൈവറ്റും ഉണ്ട്, അതിന് സ്പെഷ്യൽ കവറുകൾ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഡേ കവർ എന്ന് പറയില്ല. ഫസ്റ്റ് ഡേ കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കുന്ന സ്റ്റാമ്പുകളും അതിനോടനുബന്ധിച്ച കവറുകളും ക്യാൻസലേഷനും ഒക്കെ. അപ്പോൾ സ്പെഷ്യൽ കവറുകൾ ഇഷ്ടം പോലെ നമുക്കിങ്ങനെ ഇറക്കുന്നുണ്ട്. ഓരോരുത്തർ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ഇറക്കുന്നുണ്ട്, പല ഭാഗങ്ങളിലായിട്ട്. ഇത് കളക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡേ കവർ കളക്ട് ചെയ്യും, സ്പെഷ്യൽ കവർ കളക്ട് ചെയ്യും, കളക്ടേഴ്സ് പാക്ക് കളക്ട് ചെയ്യും. ഇതൊക്കെ ഈ ഫിലാറ്റലിക് മെറ്റീരിയൽസിൽ വരും. ഓക്കെ, പിന്നെ ഇനി നമ്മൾ മെറ്റീരിയൽസ് കഴിഞ്ഞു, നമുക്കിതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ഫിലാറ്റലി ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പാർട്ടിയുടെ അടുത്ത് നിന്നിട്ട് എനിക്കൊരു കസേര പണിതുന്നു എന്ന് പറയാം. കസേര പണിയുമ്പോഴത്തേക്കും ഉടനെ തന്നെ അയാൾ തടി മേടിക്കാൻ പോകും. എന്ത് തടി വേണമെന്ന് പറയും. പിന്നെ അയാളുടെ കയ്യിൽ എന്തെല്ലാം ടൂൾസ് ഉണ്ടായിരിക്കണം, പലതരം ടൂൾസ് ഉണ്ടായിരിക്കണം. അത് മിനുക്കാനുള്ള ടൂള്, പിന്നെ അതിനെ കട്ട് ചെയ്യാനുള്ള വാള്, ഇങ്ങനെയുള്ള പലതരം ടൂളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിലാറ്റലിക്കാരനും ഒരു ടൂൾസ് വേണം, പല ടൂൾസ് വേണം, ഫിലാറ്റലിക് ടൂൾസ്. അതാണ് ഇപ്പോൾ മെറ്റീരിയൽസ് കയറ്റി ഫിലാറ്റലിക് ടൂൾസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഈ സ്റ്റാമ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് ഉദാഹരണമായിട്ട് നമ്മൾ ആദ്യം ഈ സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും എല്ലാ സ്റ്റാമ്പുകളും മേടിക്കും. പൂച്ചയുടെയും പട്ടിയുടെയും കാക്കയുടെയും ബിൽഡിങ്ങിൻ്റെയും പേഴ്സണാലിറ്റിയൊക്കെ മേടിക്കും. പിന്നെ നമ്മൾ തരംതിരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണത് ഇങ്ങനെയുള്ള സ്റ്റോക്ക് ബുക്ക് അല്ലെങ്കിൽ ആൽബം ഷീറ്റുകളും, അല്ല ആൽബം സ്റ്റാമ്പ് ആൽബം എന്ന് പറയും. കണ്ടോ, സ്റ്റാമ്പ് ആൽബം. ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്ലാസ്റ്റിക് ഒരു സ്ട്രിപ്പുണ്ട്. ആ സ്ട്രിപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ സ്റ്റാമ്പ് ഇങ്ങനെ ഇറക്കി വയ്ക്കാം. ഇതാണ്ടോ, ഇത് ഇറക്കി വയ്ക്കാം, അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ അടുത്തത് ഇത് കണ്ടോ, ഇങ്ങനെ ഇഷ്ടംപോലെ സ്റ്റാമ്പുകൾ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് പലതരം, ഞാൻ പറഞ്ഞു പലതരം സ്റ്റാമ്പുകൾ കിട്ടിയെന്ന് പറഞ്ഞു. കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉദാഹരണമായിട്ട് പേഴ്സണാലിറ്റീസിൻ്റെയൊക്കെ ഒരു 2 ഷീറ്റിലായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ആനിമൽസിൻ്റെ ആണെങ്കിൽ ഇവിടെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫ്ലവേഴ്സിൻ്റെ ആണെങ്കിൽ വേറെ വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ് പിന്നെയും നിറയുകയാണെങ്കിലോ, അപ്പോൾ ഒരാൽബം മുഴുവനും പേഴ്സണാലിറ്റി വയ്ക്കാം, വേറൊരു ആൽബം മേടിക്കണം, സ്റ്റോക്ക് ബുക്ക് മേടിക്കണം, അതിൽ വേറൊരു സാധനം വയ്ക്കാം. ഇങ്ങനെ ഇതാണ് ഒരു ടൂൾ. അതായത് ആൽബം അല്ലെങ്കിൽ സ്റ്റാമ്പ് ആൽബം അല്ലെങ്കിൽ സ്റ്റോക്ക് ബുക്ക് എന്ന് പറയും. ഇത് അടുത്ത ടൂളാണ് കേട്ടോ. ലിസ്റ്റ് ഓഫ് സ്റ്റാമ്പ്സ് ഇഷ്യൂഡ് ബൈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു പീരീഡിലേക്ക് ഇറങ്ങും. ഇതിപ്പോൾ 1947 മുതൽ 2002 വരെയാണ്. പിന്നെ അടുത്ത പ്രിൻ്റ് വരുമ്പോഴത്തേക്കും അപ് ടു ഡേറ്റ് ആക്കും. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാമ്പിൻ്റെ പടം ഉണ്ടാവില്ല. അതിൽ സ്റ്റാമ്പ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ കണ്ടോ, അത് പടം അവിടെ വെറുതെ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ കൊടുക്കുന്നത്. ഇയർ ഓഫ് ഇഷ്യൂ, സ്റ്റാമ്പിൻ്റെ പേര്, ഡിനോമിനേഷൻ, ഇങ്ങനെയായിരിക്കും. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നവർക്ക് ഒരു ക്രോണോളജിക്കൽ ഓർഡർ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഡേറ്റ് വൈസ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ആവശ്യമാണ്. അപ്പോൾ ലിസ്റ്റ് ഓഫ് സ്റ്റാമ്പ്സ് അടുത്ത ഫിലാറ്റലിക് ടൂളാണ്. പിന്നെ ഇതുകൂടാതെ സ്റ്റാമ്പിൻ്റെ കാറ്റലോഗ് ഉണ്ട്. സ്റ്റാമ്പിൻ്റെ കാറ്റലോഗ് ഇത് ഒരു പ്രൈവറ്റ് പാർട്ടി ഇറക്കുന്നതാണ്, കൽക്കട്ട പബ്ലിക്കേഷൻസ് ഇറക്കുന്നതാണ്. ഫിലാ ഇന്ത്യ എന്ന് പറയുന്നൊരു കാറ്റലോഗാണ്. ഈ കാറ്റലോഗിൽ സ്റ്റാമ്പിൻ്റെ പടമുണ്ട്. ഇത് ഇന്ത്യയുടെ സ്റ്റാമ്പ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് നോക്കി, ഇത് 1947 മുമ്പ് ഇറങ്ങിയ സ്റ്റാമ്പുകളും 47 ശേഷം ഇറങ്ങിയ സ്റ്റാമ്പുകളും ഇതെല്ലാം ഉണ്ടാവും. അതിലെന്താണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഉണ്ടാവും, സ്റ്റാമ്പിൻ്റെ പടം ഉണ്ടാവും, അതിൻ്റെ അന്നത്തെ വില എന്താണ്, ഇപ്പോഴത്തെ ഫിലാറ്റലിക് വാല്യൂ എന്താണ്.
അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒരു ഗാന്ധിയുടെ സ്റ്റാമ്പ് ഇപ്പം അതിന് എന്ത് വില ഉണ്ടാവും മറിച്ച് നോക്കുക, ഇത് കണ്ടുപിടിക്കുക, അതിലെഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഒരാളൊന്ന് മേടിക്കാൻ വരികയാണെങ്കിൽ നമുക്ക് പറയാം ഇത്ര രൂപ എനിക്ക് വേണം. അല്ലെങ്കിൽ നമ്മൾ പോയി മേടിക്കാൻ നേരത്തെ 500 രൂപ പറയുകയാണെങ്കിൽ അത്രയില്ല, കാറ്റലോഗിൽ ഒരു 250 ഉള്ളൂ, നമുക്ക് പറയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് സ്റ്റാമ്പ് കാറ്റലോഗ്. അതും ഒരു ഫിലാറ്റലിക് ടൂളാണ്. ഇനി ഇതുകൂടാതെ വേൾഡ് കാറ്റലോഗ് ഉണ്ട്. വേൾഡ് കാറ്റലോഗ് അത് ബ്രിട്ടനിൽ സ്റ്റാൻലി ഗിബൺസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ട്. ഈ സ്റ്റാമ്പിൻ്റെ അതോറിറ്റിയാണ് അവർ. ആ കാറ്റലോഗിൽ ഈ ലോകത്തിലുള്ള എല്ലാ സ്റ്റാമ്പുകളും, ലോകത്തിലിറങ്ങിയ എല്ലാ സ്റ്റാമ്പുകളുടെയും ഒരു പടവും അതിൻ്റെ അന്നത്തെ വാല്യൂവും പിന്നെ ഫിനാലിറ്റി വാല്യൂ ഉണ്ടാവും. ഇത് വെച്ചാണ് ഈ ഡീലേഴ്സൊക്കെ അതിൻ്റെ വില നിശ്ചയിക്കുന്നത്. ഈ സ്റ്റാമ്പിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഷെയർ മാർക്കറ്റ് പോലെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു സ്റ്റാമ്പ് ഇറങ്ങി, ആ സ്റ്റാമ്പ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ അറിയാവുന്ന ആൾക്കാർ അത് ബൾക്കായിട്ടാണ് മേടിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് പോയിട്ട് 100 ഷീറ്റ് അവരങ്ങ് മേടിച്ചുകൊണ്ട് പോയി പെട്ടിക്കകത്ത്. അപ്പോൾ ഇത് കിട്ടാനില്ല. അപ്പോൾ ഓരോരുത്തരും അന്വേഷിച്ചെടുക്കും, ഈ സ്റ്റാമ്പ് ഇത്ര പെട്ടി എന്ന് പറയുമ്പോൾ ഒരെണ്ണം എനിക്ക് കിട്ടാനൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഇങ്ങനെ ഡീലേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ, ഒരെണ്ണം സംഘടിപ്പിക്കാൻ നോക്കണം. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ കാറ്റലോഗ് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫിലാറ്റലിക് വാല്യൂ അറിയാൻ പറ്റും, അന്നത്തെ വിലയിറക്കി അറിയാൻ പറ്റും. കൂടാതെ ഇത് പെർഫറേഷൻ ഗേജ് എന്ന് പറയും. പെർഫറേഷൻ അളക്കാനുള്ളതാണ്. എന്താ പെർഫറേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. അതായത് ഒരു സ്റ്റാമ്പ് ഷീറ്റിൽ നമുക്ക് കീറിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ഓട്ടകളുണ്ട്, അതാണ് പെർഫറേഷൻസ് എന്ന് പറയുന്നത്. ആ പെർഫറേഷൻ ഒരു അളവുണ്ട്. അതായത് നമ്മുടെ ആ ഇൻഫർമേഷൻ ബ്രോഷറിൽ പറയും ഈ ഒരു സ്റ്റാമ്പിൻ്റെ പെർഫറേഷൻ 20x20 അല്ലെങ്കിൽ 25x25. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20x20 എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 പെർഫറേഷൻ 20 തൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു അളവുണ്ട്. അതായത് 2 സെൻറ്റിമീറ്റർ നീളത്തിൽ എത്ര തുള വരും, സ്റ്റാമ്പിൻ്റെ 2 സെൻറ്റിമീറ്റർ എടുക്കുക, അതിൽ എത്ര തുള വരും, അതാണ്. ഉദാഹരണമായിട്ടതാണ്, ഇതിപ്പോൾ റെക്റ്റാങ്കുലർ ഒരു സ്റ്റാമ്പാന്നിരിക്കട്ടെ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എടുക്കുക, ഇവിടെ നിന്ന് ഇത്രയും വരെ 20 തുള ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ എടുക്കുകയാണെങ്കിലും ഈ വെർട്ടിക്കൽ സൈഡ് എടുക്കുകയാണെങ്കിലും അതിലും 20 തുള ഉണ്ടാവും. അതാണ് അതിൻ്റെ കണക്ക്. ഇനി ചിലതിൽ 20x13 എന്ന് പറയും. 20x13 അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ അർത്ഥം 20x13 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെർട്ടിക്കൽ സൈഡിൽ 2 സെൻറ്റിമീറ്ററിൽ 20-ഉം ഹൊറിസോണ്ടൽ സൈഡിൽ 2 സെൻറ്റിമീറ്ററിൽ 20-ഉം വെർട്ടിക്കൽ സൈഡിൽ 2 സെൻറ്റിമീറ്ററിൽ 13 വരും. അതാണ് ചില ഒരു ടെക്നിക്കാണത്. പിന്നെ ട്രയാങ്കുലറായിട്ട് വരും, ട്രയാങ്കുലർ. അപ്പോൾ ഇത് എങ്ങനെ പറഞ്ഞാലും 20 എന്നത്തെ ആദ്യത്തെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മെഷർമെൻ്റ് ആയിരിക്കും, ഇതായിരിക്കില്ല. രണ്ടാമത്തേത് വെർട്ടിക്കലായിരിക്കും. അപ്പോൾ ഇവിടെ 20 തന്നെയായിരിക്കും കേട്ടോ. ഇനി ഈ ട്രയാങ്കിൾ ആകുമ്പോഴത്തേക്ക് 3 മെഷർമെൻറ്റ് വരും. ചിലതിന് 20 ആണെങ്കിൽ 20x20x20 എന്ന് പറയും. 20 ഇടത്തുനിന്ന് പറയും 20x20x20. ഈ 20x15x16 എന്നാണെങ്കിലോ അപ്പോഴും ഇടത്തുനിന്ന് 20x15x16 അങ്ങനെ വരും. ഇതെന്തിനാണ് ഇതിങ്ങനെ പറയണത്? ഈ പെർഫറേഷൻ അളക്കാനുള്ള ഒരു സാധനമാണ് പെർഫറേഷൻ ഗേജ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൽ ഈ സ്റ്റാമ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു വശം വയ്ക്കുമ്പോഴത്തേക്കും ആ 20x20 ആണെങ്കിലും ഒരു 20 മാർക്കിംഗ് ഉണ്ട്, അത് കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്ത് വരും. അപ്പോൾ ഇത് ഒറിജിനൽ സ്റ്റാമ്പാണെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ശക്കലം ഡ്യൂപ്ലിക്കേറ്റ് എന്തെങ്കിലും ആണെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. ഇത് ശരിക്കും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് അറിയാനുള്ള ഒരു ഗേജാണ് പെർഫറേഷൻ ഗേജ് എന്ന് പറയും. ഒരു പേപ്പർ തന്നെയാണ്, പക്ഷേ ഇത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പെർഫറേഷൻ ഗേജ്. ഇതുകൂടാതെ നമ്മൾ സ്റ്റാമ്പിൻ്റെ ഈ ക്യാൻസലേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്യാൻസലേഷൻ ഉദാഹരണമായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ആ ക്യാൻസലേഷൻ ചില പേരൊക്കെ തെളിയില്ല, പേരെന്നടിക്കുമ്പോൾ ഡേറ്റ് തെളിയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഈ മാഗ്നിഫൈയിങ് ഗ്ലാസ് ഉപയോഗിക്കാം. അതിൻ്റെ കറക്റ്റ് ഇതിൽ ഈ വേണ്ട ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പം അടുത്ത് വെച്ച് നോക്കാം. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത് ശരിക്കും വലുതായിട്ട് കാണാൻ പറ്റും. അത് മാഗ്നിഫൈയിങ് ഗ്ലാസ് അടുത്ത ടൂളാണ്. ഇത് കൂടാതെ പിന്നെ വേറെ ഇത് വേറൊരു സാധനം. ഇതിന് വാട്ടർ മാർക്ക് ഡിറ്റക്ടർ എന്ന് പറയും. വാട്ടർ മാർക്ക് ഡിറ്റക്ടർ അതായത് നമ്മുടെ കറൻസി നോട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ മഹാത്മാഗാന്ധിയുടെ ഒരു തല ഇങ്ങനെ
ഒരു വൈറ്റായിട്ട് കാണും, വാട്ടർമാർക്ക് ഉണ്ടാവും. അതിനാണ് വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പേപ്പർ ആ ഡിസൈനിൽ പിൻ ചെയ്യുകയാണ്, അതിൻ്റെ കട്ടി കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് സ്റ്റാമ്പിലുമുണ്ട്. അപ്പോൾ സ്റ്റാമ്പിൽ സാധാരണഗതിയിൽ 2 തരം വാട്ടർമാർക്ക്. ഒന്ന് അശോക പില്ലർ അറിയാമല്ലോ, അശോക സ്തംഭത്തിൻ്റെ. പിന്നെ സ്റ്റാർ വാട്ടർമാർക്കുണ്ട്, സ്റ്റാർ. അപ്പോൾ ഈ നമ്മുടെ ഇൻഫർമേഷൻ ബ്രോഷറിൽ പറയും ഒരു സ്റ്റാമ്പ് ഇറങ്ങുമ്പോൾ അത് എന്ത് വാട്ടർമാർക്കാണെന്ന് പറയും. അപ്പോൾ അശോക പില്ലർ അല്ലെങ്കിൽ സ്റ്റാർ. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കിത് അറിയണ്ടേ, ഇത് ഒറിജിനലാണെന്ന് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇത് ഒരു ചെറിയൊരു സാധനമാണ്, അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇതിൽ ബെൻസോയിൽ എന്ന് പറഞ്ഞ ലിക്വിഡ് ഒഴിക്കുക, ബെൻസോയിൽ. അതെടുക്കാനുള്ള ചെറിയ ഉപകരണമാണ്. ഇതൊക്കെ ഈ സ്റ്റാമ്പ് ഡീലേഴ്സ് ഉണ്ടാക്കിയാണ്. ഇതിലൊഴിച്ചിട്ട് കുറച്ചുകൂടെ ഒഴിക്കുക, സ്റ്റാമ്പ് ഇങ്ങനെ ഇടും. അപ്പോൾ അത് കറക്റ്റ് തെളിഞ്ഞ് വരും. സ്റ്റാർ ആണെങ്കിൽ സ്റ്റാർ ഇങ്ങനെ തെളിഞ്ഞ് വരും, മറ്റതാണെങ്കിൽ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അറിയാം സ്റ്റാമ്പിൻ്റെ. ഇതിൻ്റെ പേരെന്താണ്? വാട്ടർ മാർക്ക് ഡിറ്റക്ടർ. അപ്പോൾ ഇതും ഒരു ടൂളാണ്. മാഗ്നിഫൈയിങ് ഗ്ലാസ്, വാട്ടർ മാർക്ക് ഡിറ്റക്ടർ. പിന്നെ സ്റ്റാമ്പ് എടുക്കാനുള്ള ഒരു സാധനമുണ്ട്, ട്യൂസേഴ്സ്, ചവണ. സ്റ്റാമ്പ് കൈകൊണ്ട് തുടരുന്നതാണ്. സ്റ്റാമ്പ് കൈകൊണ്ട് തുടരുന്നെങ്കിൽ നമ്മുടെ എണ്ണമയം ചെളിയൊക്കെ കുറച്ച് കഴിഞ്ഞ് ഫംഗസ് വരും. ഫംഗസ് വരുമ്പോൾ ഈ സ്റ്റാമ്പ് ചീത്തയാക്കും, സ്റ്റാമ്പിൻ്റെ വില പോകും. അപ്പോൾ ഈ ആൽബത്തിലേക്ക് എടുക്കാനും വെക്കാനും വേണ്ടിയിട്ട് നമ്മൾ ട്യൂസേഴ്സ് ഉപയോഗിക്കും. അത് സ്പെഷ്യലി മാർക്കഡ് ട്യൂസേഴ്സ്, ഷാർപ്പല്ലാത്ത എഡ്ജസ് ഉണ്ടാവും. അതെടുത്തിട്ട് എടുക്കുക, അതിലേക്ക് വെക്കുക, ആവശ്യമുള്ളപ്പോൾ പുറത്തേക്ക് എടുക്കുക. സ്റ്റാമ്പ് ട്യൂസേഴ്സ്. ഇങ്ങനെയുള്ള പലതരം ടൂൾസ് ഉണ്ട്. ഇത് നിങ്ങൾ അത്ര ഡീറ്റെയിൽഡായിട്ട് നമ്മൾ വലിയ സ്റ്റാമ്പ് കളക്ടർമാരാകുമ്പോൾ പഠിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാമ്പ് ഫിലാറ്റലിക് ടൂൾസ്. ഫിലാറ്റലിക് മെറ്റീരിയൽസ് എന്താണ് ആദ്യം പറഞ്ഞത്, ഫിലാറ്റലിക് ടൂൾസ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ സെഷനും കൊണ്ട് മനസ്സിലാക്കി. ഇനി നമ്മൾ അടുത്ത സെഷനിൽ സ്റ്റാമ്പ് എങ്ങനെയാണ് ഒരു കവറിൽ നിന്ന് എടുത്ത് അത് ഇളക്കിയെടുത്ത് സ്റ്റാമ്പ് ആൽബത്തിലാക്കണത് എങ്ങനെയാണ്, പിന്നെ അത് എക്സിബിഷന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതിനെ പഠിക്കും.